ഹായ്. അങ്ങ് ദൂരെ ദൂരെ ഒരുപാട് ദൂരെ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ പസഫിക് സമുദ്രത്തിൽ നിന്നുള്ള കാറ്റേറ്റ് ആൻഡീസ് പർവ്വതനിരകൾ വിശ്രമിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യം ഇപ്പോൾ വാർത്തകൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുകയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലൊരു സ്ഥലം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒബ്സർവേറ്ററി നിൽക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഒരു ഒബ്സർവേറ്ററിക്ക് ആ ഒരു പേര് കിട്ടിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിലനിൽക്കുന്ന ഒബ്സർവേറ്ററി. പറഞ്ഞു വരുന്നത് ലോകത്തിലെ ഏറ്റവും ഡ്രയസ്റ്റ് ആയിട്ടുള്ള ഒരു മരുഭൂമിയെക്കുറിച്ചാണ്. ഏറ്റവും വരണ്ട പ്രദേശം. അപ്പോൾ ഈ പ്രദേശം, ഇതിൻ്റെ പ്രത്യേകത, വർഷങ്ങൾ കൂടിയിരിക്കുമ്പോൾ മാത്രം മഴ പെയ്യുന്ന ഒരു പ്രദേശം. അങ്ങനെ മഴ പെയ്താൽ തന്നെ ചില പ്രദേശങ്ങളിൽ 3 മില്ലിമീറ്റർ വരെ മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. ഇവിടുത്തെ മണ്ണുകൊണ്ടാണ് ഈ സ്ഥലം കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. മണ്ണിൽ അധികമായിട്ടുള്ളത് സോഡിയം നൈട്രേറ്റ് ആണ്. ഈ സോഡിയം നൈട്രേറ്റ് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടും എക്സ്പ്ലോസീവ്സ് ആയിട്ടൊക്കെ ഈ മണ്ണ് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കെമിക്കൽസ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ മണ്ണ് വിറ്റ് കുറച്ചധികം കാശ് നേടിയ ഒരു രാജ്യം. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത്, വല്ലപ്പോഴും വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം കിട്ടിയിട്ടുള്ള ഈ മഴ കഴിയുമ്പോൾ അത്ഭുതമെന്ന് പറയത്തക്ക രീതിയിൽ ആ ചെരുവ് പ്രദേശങ്ങളിലാകെ, ആ താഴ്വാരങ്ങളിലാകെ, ആ മരുഭൂമിയിലാകെ പരവതാനി വിരിച്ച പോലെ ചുവപ്പും പിങ്കും വൈറ്റും കളറിലൊക്കെയുള്ള അതിമനോഹരമായ പുഷ്പങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പം ഇങ്ങനെ നമ്മൾ ഒരുപാട് ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും. പറഞ്ഞു വരുന്ന ഈ സ്ഥലം മറ്റെങ്ങുമല്ല, ചിലി എന്ന് പറയുന്ന രാജ്യത്തിൽ ഉൾപ്പെടുന്ന അറ്റക്കാമ മരുഭൂമിയെക്കുറിച്ചാണ്. ഈ പറയുന്ന ഒബ്സർവേറ്ററിയുടെ പേര് ടോക്കിയോ അറ്റക്കാമ ഒബ്സർവേറ്ററി എന്നാണ്. ലോകത്തിൽ ഒരുപാട് ഒബ്സർവേറ്ററികൾ നിലവിലുണ്ടെങ്കിലും ഇവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ബഹുമതി ഏറ്റവും ഹൈറ്റിൽ നിലനിൽക്കുന്ന ഒബ്സർവേറ്ററി എന്നുള്ളതാണ്. ഏതാണ്ട് 5640 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഒബ്സർവേറ്ററി. വാനനിരീക്ഷണം ശാന്തമായി സുഗമമായി നടക്കുന്നതിന് ലോകത്തിൽ ഈ ടോക്കിയോ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും ഫലവത്തായ പ്രദേശം. ഈ പ്രദേശത്ത്, ഈ മനോഹരമായ പ്രദേശത്ത്, ഈ വിശിഷ്ടമായ പ്രദേശത്ത് നിന്ന് ഉള്ള ഈ ഒബ്സർവേഷൻസിൻ്റെ ഭാഗമായിട്ട് ഭാവിയിൽ നമുക്ക് ഒരുപാട് പുതിയ വിവരങ്ങൾ കിട്ടട്ടെ. ഇന്ത്യ അടക്കമുള്ള, ജപ്പാന്റെ സുഹൃത്തായിട്ടുള്ള ഇന്ത്യ അടക്കമുള്ള മറ്റൊരുപാട് രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒബ്സർവേഷൻസ് വലിയ പ്രയോജനങ്ങൾ നൽകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എല്ലാവിധ ഭാവങ്ങളും നേരാം. താങ്ക് യു.